Good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Yeah, good morning. Okay, start ചെയ്യാം നമുക്ക്. Yes, ma'am. Yes, ma'am. Yeah, start ചെയ്തോളൂ. Ma'am, prayer ഞാൻ ചൊല്ലാം. ഷേർലി ഫ്രം ആലപ്പുഴ. Okay. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിന്നും ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാൻ. അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ ചേർ കഴിഞ്ഞോ? Quotes പറയട്ടെ മാം. പറഞ്ഞോളൂ. എടുക്കട്ടെ. The environment is where we all meet, where we all have a mutual interest. It is the one things all of us share. Yeah. Okay, then sign in. സൈൻ ഇൻ ഞാൻ പറയാം. APJ അബ്ദുൽ കലാമിന്റെ ചെറിയൊരു ഇതാ പറയുന്നത്. സ്വപ്നം കാണുക, സ്വപ്നം കാണുക. ഇതായിരുന്നു ഭാരതത്തിന്റെ മിസൈൽ മാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആദർശവാക്യം. സ്വപ്നം കാണുന്നവനെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാനാവൂ, നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനാവൂ. ഒരു ദരിദ്ര രാഷ്ട്രമായ ഇന്ത്യയെ ഒരു സമ്പന്ന രാഷ്ട്രമാക്കാമെന്ന മഹാസ്വപ്നം അദ്ദേഹം മനസ്സിൽ താലോലിച്ചു കൊണ്ടിരുന്നു. ഒരു ദരിദ്ര കുടുംബത്തിലെ 7 മക്കളിൽ 5ാമനായി ജനിച്ച അബ്ദുൽ കലാം ബാലനായിരിക്കെ ഉപജീവനത്തിനായി ഗ്രാമങ്ങളിൽ പത്രം വിൽക്കുന്ന ജോലി ചെയ്തിരുന്നു. വിദേശത്തുള്ള ഉപരിപഠനത്തിനോ ഇന്ത്യയിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ പഠനത്തിനാവശ്യമായ സാമ്പത്തിക ഭദ്രത ആ കുടുംബത്തിൽ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായി? എങ്ങനെ ഭാരതത്തിന്റെ മിസൈൽ സംരംഭത്തിന്റെ പിതാവായി? എടുത്തു പറയത്തക്ക കഴിവുകളൊന്നും ചെറുപ്പത്തിൽ ഇല്ലായിരുന്നു. തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കഴിയുന്ന വായനാശീലമുള്ള ഒരു ബാലനായിട്ടാണ് അയൽക്കാരും ഗുരുക്കന്മാരും അദ്ദേഹത്തെ ഓർക്കുവാൻ കഴിയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ റോക്കറ്റുകളെ കുറിച്ച് വായിക്കുകയും അവയിൽ അതീവ താല്പര്യനാവുകയും ചെയ്തു. പക്ഷേ തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയ കലാമിന്റെ ജീവിതത്തിൽ പരാജയങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി. ഇന്ത്യയിൽ എയർഫോഴ്സിൽ ചേരാൻ സെലക്ഷൻ കിട്ടിയില്ല. ആദ്യം ഞാൻ നേതൃത്വം നൽകി നിർമ്മിച്ച റോക്കറ്റ് തകർന്നു പോയി. ആദ്യം നിർമ്മിച്ച മിസൈൽ ലക്ഷ്യം കാണാതെ പല കഷ്ണങ്ങളായി നശിച്ചുപോയി. എല്ലാവരാലും പരിഹാസിതനായപ്പോൾ മറ്റൊരാളും തോറ്റു പിന്മാറുമായിരുന്നു. ഏതൊരാളും തോറ്റു പിന്മാറുമായിരുന്നു. പക്ഷെ എല്ലാവരും അദ്ദേഹം നിരാശനാകാതെ തന്റെ സ്വപ്നങ്ങളെ മാത്രം പിന്തുടർന്നു. ഇന്ന് ഭാരതം മാത്രമല്ല ലോകം മുഴുവൻ അദ്ദേഹത്തെ ഒരു അത്ഭുത മനുഷ്യനായി കാണുന്നു. ശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവന ഭാരതത്തെ വലിയ നേട്ടങ്ങളിലേക്ക് നയിച്ചു. നിശ്ചയദാർഢ്യത്തിന്റെ പര്യായമായി അദ്ദേഹം മാറി. 72ാമത്തെ വയസ്സിലും ഭാരതത്തിന്റെ മുൻ പ്രസിഡന്റിന് സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല, ശക്തി ക്ഷയിക്കുന്നില്ല. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഭാരതം ഒരു ലോക മഹാശക്തിയാകാൻ ഇന്നും അദ്ദേഹം അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. സൈൻ ഇൻ ബൈ. വെൽക്കം മാം. ഓക്കെ. ഇന്ന് അപ്പോ എൻവയോൺമെന്റ് ഡേ ആണ്. ഇതാണ് അതിനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് സമയമില്ല കേട്ടോ. പ്രസന്റ് ചെയ്യാം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ല. ഓക്കെ, അതുകൊണ്ട് അധികം ഒന്നും ഞാൻ പറയുന്നില്ല. ക്ലാസ്സിലേക്ക് പോവാം.
ഓക്കെ, അല്ലെങ്കിൽ ഞാൻ സ്പീഡിൽ പോകേണ്ടി വരും പിന്നീട്. എന്നിട്ട് മിക്കവാറും നെക്സ്റ്റ് മന്ത് ഒക്കെ അല്ലേ ശരിക്കും കോഴ്സ് കംപ്ലീറ്റ് ആവേണ്ട ഡേറ്റ് അല്ലെ? അതിക്കുള്ളിലേക്ക് തീർക്കണ്ടേ? ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എടുത്തോണ്ടിരുന്നത്. ഏകദേശം കംപ്ലീറ്റ് ആയല്ലേ? നമ്മൾ സ്ട്രക്ചേഴ്സ് പറഞ്ഞു, കുറെ ട്രാൻസ്ലേഷൻ പറഞ്ഞു, നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു ഞാൻ. നോക്കിയോ എല്ലാവരും? മലയാളാണോ? മലയാള സെന്റൻസ് ഉണ്ടോ കയ്യില്? ഉണ്ട്, ചോദിച്ചാലോ നമുക്ക്? ഓക്കെ, റെഡിയാണോ? എന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? റെഡിയാണോ? ശ്രമിക്കാം മാം. ഓക്കെ, അപ്പൊ നോക്കിന്ന് പറഞ്ഞു. അപ്പൊ സെന്റൻസ് ആയാലും പറയാ, ഇവര് പറയും, നമുക്ക് ചോദിക്കാം ക്ലാസ്സിൽ. സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സെന്റൻസ് പറയും. ജ്യോതി നോക്കിന്ന് പറഞ്ഞു. മാം പറയാന്ന് പറഞ്ഞപ്പോ ഓക്കേന്ന് തമ്പിട്ട് തന്നു. ഓക്കെ, തമന്ന സെന്റൻസ് പറയുന്നുണ്ടോ? മാം ഞാനിവിടെ ഉണ്ട്. എനിക്കറിയാം, ഉള്ളതുകൊണ്ടാ ഞാൻ വിളിച്ച്. സെന്റൻസ് പറയുന്നുണ്ടോ? എല്ലാവരും ഉണ്ട് മാം. ശ്രമിക്കാം മാം, ഒരിടം ശ്രമിച്ചു നോക്കും. കാരണം ഒന്ന് മറന്നു പോയി. അപ്പൊ മലയാളം പറയൂ. നിങ്ങൾ തന്നെ മലയാളം പറയണം, നിങ്ങൾ തന്നെ ഇംഗ്ലീഷും പറയണം. അങ്ങനെ തന്നെ വേണോ? ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് മാം ചെയ്യൂ, പിന്നെ അതെ, ഫസ്റ്റ് മാം തുടങ്ങാം. അപ്പൊ നമുക്ക് ഒരു ഓർമ്മ കിട്ടും ഒന്നും കൂടെ. ആ, അപ്പൊ മറന്നു. അങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ടിങ് ട്രബിൾ. മറന്നതല്ല മാം, നമ്മള് മലയാളത്തിൽ പറയാം, കുഴപ്പമില്ല, ഞാൻ ട്രൈ ചെയ്യാം. അത് ഇപ്പം അവൾ ബാസ്കറ്റ് കുഴപ്പമില്ല. അവൾ ബാസ്കറ്റ് ബോൾ ഒക്കെ, അവൾ ബാസ്കറ്റ് ബോൾ ബാക്കി കളിക്കാൻ പോയി കളിച്ചു എന്നാണോ? കളിക്കുന്നു. കളിക്കുന്നു, അതാണ്. എന്താണ്? എല്ലാ ദിവസവും അവൾ ബാസ്കറ്റ് ബോൾ കളിക്കുന്നു. ഒരു റൊട്ടീനാണ്, ഒരു ഹാബിറ്റ് ആണ്. എല്ലാ ദിവസവും ബാസ്കറ്റ് ബോൾ കളിക്കുന്നു. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യൂ കേട്ടോ. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യും എല്ലാവരും പെട്ടെന്ന്. ടൈം വേസ്റ്റ് ചെയ്യണ്ട. തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. എല്ലാ ദിവസവും ബാസ്കറ്റ് ബോൾ കളിക്കുന്നു. അപ്പൊ കൂടെ തന്നെ നിങ്ങളൊരു മലയാള സെന്റൻസ് ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് അതും കൂടി ചോദിക്കാം. ഓക്കെ, വീണ്ടും 12 o'clock വരെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വേറെ ടെക്സ്റ്റിലേക്ക് പോകും. Yeah, she plays basketball daily. Every day she goes to plays. Tamalla. പറഞ്ഞു മാം, തെറ്റി. ക്ലാസ് കഴിഞ്ഞിരിക്കുന്നോണ്ടാണോ ഒന്നും കണക്ട് ആവുന്നില്ല. Okay, teacher. സത്യം, ഞാൻ ക്ലാസ്സിന്റെ ഇടയിൽ വന്ന് ഓടി വന്നതാ. She plays basketball every day. First day ആയിക്കട്ടെ. എവരിഡേ തിരിഞ്ഞിപ്പുറം വന്നല്ലേ? എവരിഡേയുടെ സ്ഥലം മാറിപ്പോയോ? അല്ലല്ലോ. അയ്യോ, തെറ്റിയോ? She goes to plays basketball. എന്റെ ആവശ്യമുണ്ടോ? ഷീ പ്ലേസ് ബാസ്കറ്റ്ബോൾ എവരിഡേ എന്നാക്കിയാലും തെറ്റാണോ? അതല്ലേ കറക്റ്റ്. അതാ ഞാൻ പറഞ്ഞത്, തിരിഞ്ഞുപോയി. എവിടെ ഗോസ് ടു എന്തിനാണ്? ഗോസ് വേണ്ടേ? ഷീ സിംഗുലർ സബ്ജക്ട് അല്ലേ? ആണ്. ഗോസ് വേണ്ട തമന്ന, പ്ലേസ് മതി. പ്ലേസിനല്ലേ മാറ്റേണ്ടത്? സിംഗിളോ പ്ലൂറൽ ആണോന്ന് പ്ലേസിനല്ലേ മാറ്റേണ്ടത്? എല്ലാം പോയി. SS എടുത്തിട്ട് വന്നിരിക്കുന്ന എന്റെ അടുത്താണ് ഇപ്പൊ ഇംഗ്ലീഷ്. എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടോ. എല്ലാം പോയി മാം. അതല്ലേ പറഞ്ഞ മാം തന്നെ തുടക്കം ഇട്, കറക്റ്റ് ആയിട്ട് തുടങ്ങാം, അപ്പൊ നമുക്ക് ഓർമ്മ വരും.
ഇതെന്താ എല്ലാം പോയില്ലെങ്കിൽ എന്തോ ഓർക്കാനാ, ഞാൻ ഒന്ന് ആദ്യം മുതൽ പറഞ്ഞിരേണ്ടി വരും. ഷി പ്ലേസ് ബാസ്കറ്റ്ബോൾ ഡെയിലി. എവറിഡേ പറയാം, ഡെയിലി പറയാം, എവറി വീക്ക് എല്ലാ ആഴ്ചയിലും ഓൾ ദി ഡേ എന്നും പറയാലോ മാം. ഓൾ ദി ഡേ എന്നും പറയാം. ഓൾ ദി ഡേ പറയാം. ശാന്തി ഷി പ്ലേ അല്ലാട്ടോ, ഷി പ്ലേസ് ആണ്. ദെൻ വിദ്യ പ്ലേഡ് അല്ല, പ്ലേസ് ആണ്. പ്ലേഡ് ഒക്കെ പാസ്റ്റ് ആണ് കേട്ടോ. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് പ്ലേസ് വന്നത്. കാരണം ആ ഒരു വെർബിനെ നമ്മൾ സിംഗുലറൈസ് ചെയ്യണം. അപ്പോ നമ്മൾ എസ് ആഡ് ചെയ്ത് പ്ലേസ് ആക്കി. എവിടെ ഷി പ്ലേസ് ബാസ്കറ്റ്ബോൾ. എവിടെ ആരാണ്? മസ്രിഫ, നമ്മള് ഗെയിംസ് ഇല്ലേ, ഗെയിംസിന്റെ മുന്നിൽ ആർട്ടിക്കിൾ ചേർക്കില്ല കേട്ടോ. അതുകൊണ്ട് ഇതാ വേണ്ട. ഷി പ്ലേസ് ദ ബാസ്കറ്റ്ബോൾ എന്ന് പറയണ്ട കേട്ടോ. ഷി പ്ലേസ് ബാസ്കറ്റ്ബോൾ. ഗെയിംസിന്റെ മുന്നിൽ നമ്മൾ ഒരിക്കലും ആർട്ടിക്കിൾ ചേർക്കില്ല. ഓക്കെ. ഷി പ്ലേസ് ബാസ്കറ്റ്ബോൾ ഓൾ ദി ഡേ എന്നും പറയാലോ മാം. കറക്റ്റ് അല്ലേ അത്? ഓൾ ദി ഡേ പറയാം, എവറി ഡേ പറയാം, ഡെയിലി പറയാം. ഇവിടെ നോക്കേണ്ടത് പ്ലേ ആണോ പ്ലേസ് ആണോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത്. പ്ലേസ് ആണെങ്കിൽ ഓക്കെ, കറക്റ്റ് ആണ്. യൂഷ്വലി പറയോ? യൂഷ്വലി യൂഷ്വലിയും പറയാം. പക്ഷെ നമ്മൾ മലയാളം പറയുമ്പോ എങ്ങനെയാണ്, അവിടെ എല്ലാ ദിവസവും ബാസ്കറ്റ്ബോൾ കളിക്കുന്നു എന്നാണ്. അപ്പൊ എല്ലാ ദിവസവും എന്നെങ്കിൽ ഇംഗ്ലീഷ് ആണ്. എല്ലാ ദിവസവും നമുക്ക് ഡെയിലി പറയാം, എവറി ഡേ പറയാം, ഓൾ ദി ഡേ പറയാം. യൂഷ്വലി എന്ന് പറയുമ്പോ എല്ലായ്പ്പോഴും എന്ന് വരും അല്ലെ? ആ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ നോക്കുമ്പോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്നാലും അത് തെറ്റൊന്നല്ല കേട്ടോ, നമുക്ക് അങ്ങനെയും പറയാം. ഓക്കെ, യെസ്. അപ്പോ എല്ലാവരും കുറച്ചൊരു പ്ലേ പറയുന്നുണ്ട്. ഷി പ്ലേ ഇൻ ദ ബാസ്കറ്റ്ബോൾ എവറി ഡേ. സൗമി, അത് നമുക്ക് എന്താവുന്നു വേണ്ട കേട്ടോ. അവിടെ ബാസ്കറ്റ്ബോൾ എവറി ഡേ. മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും എന്തൊക്കെയാണ് മിസ്റ്റേക്ക് പറയുന്നത്? നമ്മൾ എന്തിനാ അവിടെ ഗോസ്റ്റ്? ഞാനും ആലോചിച്ചു നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതാണല്ലേ സിംഗിൾ ആണോ പ്ലൂറൽ ആണോ എന്ന് നമ്മൾ എഴുതേണ്ടത്, അതല്ലേ മാറ്റേണ്ടത്? വെറുതെയാണ്. ഇവിടെ തമന്ന പറയും, തമന്നയാണ് മലയാളം പറഞ്ഞ ആള്. ഓക്കെ, ഈ ഗോസ് എവിടെ നിന്ന് കയറി വന്നു? കമൽ കൊറേ മൈൻഡ്സിലിരിക്കുന്നോണ്ടാണ് മാം പറ്റിയിരുന്നത്. ആയിരിക്കും സൗമ്യ, ആയിരിക്കും. കാരണം ഞാനിപ്പോ എസ്എസും അവിടെ എന്തൊക്കെയോ എടുത്തിട്ട് പിന്നെ ഇവിടെ ഒന്ന് മോനെ ഇന്ന് ഇവിടെ സ്കൂളിലാക്കി മാം. ഫസ്റ്റ് ഡേ അവന്റെ എല്ലാം കൂടെ ഉണ്ട് എന്റെ തലയിൽ. ഇപ്പോ താഴേന്ന് ഓരോ വിളി കേൾക്കുമ്പോഴും ഞാൻ മനസ്സ് അങ്ങോട്ടും പോണു. കമലയാണ് ഒരുവിധം വന്നിട്ട് പറയുന്നത്. അപ്പൊ ഒന്ന് എന്താ വേറെ മൈൻഡിലൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. മനസ്സിലായല്ലോ, തെറ്റത് മതി. ഇനി നെക്സ്റ്റ് ഒരു മലയാളം ഞാൻ ഒന്ന് പറയട്ടെ മാം. പറയും. സൂര്യൻ കിഴക്കുദിക്കുന്നു. ഗീതുവിനെ ഞാൻ ശരിയാക്കും. കിഴക്ക് കണ്ടുപിടിക്കാൻ പോണ്ടേ കൊച്ചേ? സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇത്രയും ടഫായിട്ട് ചോദിക്കണ്ടായിരുന്നല്ലോ ഗീതു. Okay, the sun rises in the east. Okay, then next മലയാളം പറയൂ. കുറച്ച് ടഫ് ആയിക്കോട്ടെ. എല്ലാ ദിവസവും രാവിലെ എന്റെ അമ്മ പാചകം ചെയ്യുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യുന്നു. She will cook Every day in my the mother morning, my every mother cooks the breakfast. ടെക്സ്റ്റ് ചെയ്യൂ, എനിക്ക് കേൾക്കണ്ട. എല്ലാവരും കൂടെ പറയുമ്പോൾ എനിക്ക് ക്ലിയർ ആവില്ല. അതുകൊണ്ട് ടെക്സ്റ്റ് ചെയ്യൂട്ടോ എല്ലാവരും. എല്ലാ ദിവസവും രാവിലെ എന്റെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യുന്നു. ഓക്കെ, നിങ്ങള് പ്രിപ്പോസിഷൻ പഠിച്ചത് കൊണ്ട് മോർണിംഗ് കണ്ട അപ്പൊ തന്നെ അവിടെ ഇന്ത് ചേർക്കാണ്. അങ്ങനെ വേണ്ട. ഓക്കെ, എല്ലാ ദിവസവും രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? every morning. Sorry ma'am, ഞാൻ every day നിട്ടു. Every morning. Every morning. Every morning. സിമ്പിൾ അല്ലേ? My mother or my mom cooks breakfast every morning.
അല്ലെങ്കിൽ എവറി മോർണിംഗ് മൈ മദർ കുക്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറയാം. മാം അവിടെ കുക്സ് വന്നത് എന്താണ് അത് ഞാനിപ്പോ ആലോചിക്കായിരുന്നു. കുക്ക് എസ് വന്ന എന്താണ് ഇത് സബ്ജക്ട് ഇതല്ലേ, വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അവിടെ കൺഫ്യൂഷൻ ഇപ്പൊ. മൈ എന്നുള്ള മാം മാം ഒന്ന് പറയാം. അല്ല മൈ എന്ന് വന്നപ്പോഴേ മാം മൈ എന്ന് വന്നോണ്ട് മൈ മദർ സിംഗുലർ ആയിരുന്നു. സബ്ജക്ട് മദർ അല്ലേ, സിംഗുലർ അല്ലേ? എന്നാ ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ, അടുത്തൊരു മലയാളം പറയാം. എന്റെ അനിയത്തിമാർ എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്നു, പാചകം ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോവാറ്. അനിയത്തി മാറുന്നാണോ പറഞ്ഞേ? അതെ. ഓക്കെ, ഡെയ്സിൻ എന്ത് പറയാമെന്നല്ലോ? ഇല്ല മാം, സിമ്പിൾ പ്രസന്റ് ടെൻസ് എല്ലാരും ഒന്നും മറന്നുപോയി എന്ന് തോന്നുന്നു. അപ്പൊ അതൊന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് വെച്ച്. പറയുന്നുണ്ട് ഞാൻ. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാബിറ്റ്സ്, റുട്ടീൻസ്, അല്ലെങ്കിൽ പെർമനന്റ് സിറ്റുവേഷൻസ്, ഫാക്ട്, യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം ടേബിൾ, ഷെഡ്യൂൾ ഇതിനൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതായത് ചെയ്യുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1. ഇതില് സബ്ജക്റ്റ് വരുന്നത് I, you, we, they, he, she, it. ഇതില് പ്ലസ് V1 എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് V1 എന്ന് പറയുന്നത്. സബ്ജക്റ്റിൽ തന്നെ പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്, സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്. പ്ലൂറൽ സബ്ജക്റ്റ് I, you, we, they ഇത്രയാണ് പ്ലൂറൽ സബ്ജക്റ്റ് വരുന്നത്. സിംഗുലർ സബ്ജക്റ്റ് വരുന്നത് he, she, it, everybody. ഇത്രയുമാണ് സിംഗുലർ സബ്ജക്റ്റ് വരുന്നത്. ഇതില് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. അത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും യൂസ് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പിന്നെ ഒരു കാര്യം, ഏതൊരു വെർബും പ്ലൂറൽ ഫോം ഓഫ് വെർബാണ്. അതിനെ നമ്മൾ സിംഗുലർ ആക്കാൻ എസ് അല്ലെങ്കിൽ ES യൂസ് ചെയ്താൽ അത് സിംഗുലർ വെർബാകും. ഇപ്പോ റൈറ്റ് എന്നുള്ളത് റൈറ്റ്സ് എന്ന് ആക്കിയാല് എസ് ചേർത്താൽ സിംഗുലർ വെർബാകും. ഗോ എന്നുള്ളത് ഗോസ്, അതിനൂടെ ES കൂടി ചേർത്താല് അത് സിംഗുലർ വെർബാകും. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാല്, ഞാനൊരു എഴുത്ത് എഴുതുന്നു, I write a letter. അവൻ ഒരു എഴുത്ത് എഴുതുന്നു എന്ന് പറയുമ്പോൾ he writes a letter. ഒന്ന് ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തിയതാ. താങ്ക് യു മാം. ഞാൻ പറഞ്ഞ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തു, പക്ഷെ കറക്റ്റ് ആണ് കേട്ടോ. അതായത് സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വെർബ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നിങ്ങൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്തു. കുക്ക് ആണ് പറഞ്ഞത് അല്ലെ? മൈ സിസ്റ്റേഴ്സ് കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്, ഇതാണ് കറക്റ്റ്. അല്ലെങ്കിൽ എവറി മോർണിംഗ് മൈ സിസ്റ്റേഴ്സ് കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ പറയാം. പക്ഷെ ഇവിടെ മിസ്റ്റേക്ക് നോക്കിയേ നിങ്ങള്, മൈ സിസ്റ്റേഴ്സ് എന്താണ് അപ്പോസ്ട്രോഫി ഇട്ടിട്ടെ? ഞാൻ ഇട്ടിട്ടില്ല മാം അപ്പോസ്ട്രോഫി. അപ്പോസ്ട്രോഫി പറഞ്ഞത് തെറ്റല്ലേ? ഞാൻ എന്റെ സിസ്റ്ററിന്റെ ആവില്ലേ അവിടെ, അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണ് ഉമാ, ശ്രീകുട്ടി, പിന്നെ വിദ്യ എന്നെ ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ നോക്കി എഴുതിയിട്ടില്ല. ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കരുത്, ഞാൻ ടൈപ്പ് ചെയ്തില്ല. ആ സിസ്റ്റേഴ്സിന്റെ മനസ്സിലായി മാം. അപ്പോസ്ട്രോഫി ഇട്ടാല് ചിൽഡ്രൻസ് എന്നൊക്കെ പറയുന്ന പോലെ ചിൽഡ്രൻസ് ഡേ, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ സംഭവം പിടിയില്ലേ? അപ്പൊ മീനിങ് മാറിയില്ലേ? അവർ അപ്പോസ്ട്രോഫി എസ് വന്ന തീരാവുന്നേ ഉള്ളൂ കേട്ടോ.
ഓക്കെ, അപ്പൊ തെറ്റാണ് കേട്ടോ. ബാക്കിയൊക്കെ കറക്റ്റ് ചെയ്തു, പക്ഷെ അപ്പോസ്ട്രോഫി എസ് ഇട്ടു. അത് ഭയങ്കര വലിയ മിസ്റ്റേക്ക് അല്ലേ? മീനിങ് തന്നെ മാറിപ്പോയി അല്ലേ? നോക്കുമ്പോ ഒരു മിസ്റ്റേക്ക്, ചെറിയ എസ് അല്ലേ ആഡ് ചെയ്തോളൂ അല്ലേ? അപ്പോസ്ട്രോഫി ഇട്ടു എന്നല്ലേ ഉള്ളൂ, പക്ഷെ മീനിങ് മാറി, വേറെന്തോ മീനിങ് ആയി അല്ലെ? അപ്പോസിറ്റീവ്സിൽ എടുത്തിട്ട് അത് ഓണർഷിപ്പ് ആണ് വരാം, എന്റെ, നിന്റെ അല്ലെ? അപ്പോ മൈ സിസ്റ്റേഴ്സ് എന്നാണെങ്കിൽ അനീതിമാരുടെ എന്നായി, മനസ്സിലായോ? അങ്ങനെയാണ്ട് വരാം. അതുകൊണ്ട് അപ്പോസിറ്റീവ്സ് ഒരിക്കലും ചെയ്യരുതേ. സിസ്റ്റേഴ്സ് ആണ്, അപ്പോസിറ്റീവ്സ് ഇല്ലാതെ എസ് ആഡ് ചെയ്യും. സിസ്റ്റർ മാത്രമല്ല കേട്ടോ, സിസ്റ്റേഴ്സ് എന്ന് വേണം. മൈ സിസ്റ്റേഴ്സ് കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. ഇൻ എന്തിനാണ് ഇൻ എവറി മോർണിംഗ് എന്ന് പറയണ്ട കേട്ടോ, എവറി മോർണിംഗ് ഇത് മാത്രം മതി. നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. രഞ്ജിത കുക്സ് അല്ല, കുക്കാണ്. മൈ സിസ്റ്റേഴ്സ് കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. മാം ഒരു ഡൗട്ട് വെച്ചിട്ട്, സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോ സിസ്റ്റർ 2 പേര് 3 പേരൊക്കെ ആവൂലേ? അങ്ങനെയാണോ മാം മലയാളം ചോദിച്ചേ? എന്തോ മലയാളം പറഞ്ഞത് എന്റെ അനിയത്തിമാർ എന്നാണോ പറഞ്ഞത്? എന്റെ അനിയത്തി എന്നല്ലേ ഉള്ളൂ? അല്ല, അനിയത്തിമാർ. ഓക്കെ മാം, ഓക്കെ. മൈ സിസ്റ്റേഴ്സ് കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചേ, പറയൂ. ഇല്ല മാം, പക്ഷേ നമ്മൾ എന്താ പറയാ, ഇത് വരുമ്പോ അതിന്റെ മീനിങ് അറിയാത്ത പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ അറിയാതെയല്ല. ആ മീനിങ്ങിന്റെ പ്രശ്നങ്ങളാണ്, വേറൊന്നുമല്ല. എല്ലാം അറിയാം, പക്ഷെ എക്സാമ്പിളൊക്കെ പറയുമ്പോ ഒന്നും അറിയില്ല. എല്ലാം അറിയാം, കുറച്ച് അറിവ് കൂടിപ്പോയി. അല്ല മാം, സത്യമായിട്ടും ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഈസി ആണെന്ന് തോന്നുന്നു. ഈ പേടിക്കുന്ന എല്ലാവർക്കും ഇംഗ്ലീഷ് ഈസിയാ, സത്യം. എല്ലാവർക്കും ഉണ്ട് 9, 10 ഒക്കെ വെച്ച് 8, 9, 10 ആ റേഞ്ച് തന്നെയാണ് തോന്നുന്നത് എല്ലാവർക്കും മാർക്ക് വരുമ്പോ. കാരണം പഠിക്കുമ്പോ മനസ്സിലാവും, പെട്ടെന്ന് സെന്റൻസ് ഉണ്ടാക്കാൻ പറയുമ്പോൾ ഉള്ളൊരു ചെറിയൊരു മതിയല്ലോ, ധാരാളം. ഇനി എന്തോ ഒരു മലയാളം കൂടി പറഞ്ഞേ. പൂച്ച പാല് കുടിക്കുന്നു. മതി, പറയൂ. പൂച്ച പാല് കുടിക്കുന്നു. കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് അല്ലേ? അല്ലെങ്കിൽ കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്, അതാ ഞാൻ ഡ്രിങ്ക്സ് വേണ്ടല്ലോ, ഡ്രിങ്ക് മാത്രം മതിയല്ലോ, എസ് വേണ്ടല്ലോ. ഇടുക്കി ഞാൻ സിംഗുലർ സബ്ജക്റ്റ്, അപ്പോ എങ്ങനെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് വരും. കാറ്റ് സിംഗുലർ അല്ലേ കുട്ടി, അപ്പൊ എസ് വേണ്ടേ, ഡ്രിങ്ക്സ് വേണ്ടേ? കേട്ടോ, സിംഗിൾ പ്രസന്റ് ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം, ഡൗട്ട് ഒന്നുമില്ല. ടെക്സ്റ്റ് വന്നാക്കണം. നോക്കി, ഡ്രിങ്കിങ്, ഡ്രിങ്ക്സ് ഉണ്ട്, കാറ്റ്. അതാണ് പറഞ്ഞ മാം, അതായത് മാം തിയറി ചോദിക്കുമ്പോ എല്ലാം അറിയാം, മറ്റേ ചോദിച്ചാ ഒന്നും കിട്ടില്ല. വെരി ഗുഡ്. എന്താ ചെയ്യാ, ഞാൻ തിയറീസ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ ചോദിക്കുമ്പോ ഇങ്ങനെയാണ് റിപ്ലൈ വരുന്നത്. മാം ആദ്യത്തെ ഉറപ്പിക്കാം നമുക്ക്, കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്. കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്, അത്രയേ ഉള്ളൂ. സിംഗുലർ സബ്ജക്ട് ആയിരുന്നു അല്ലേ? സിംഗുലർ സബ്ജക്ട് കൂടി സിംഗുലർ വേർബ്. സിംഗുലർ വേർബ്. സിംഗുലർ അല്ലേ, നിങ്ങൾ സിംഗുലറും പ്ലൂറലും ആദ്യം മനസ്സിലാക്കും കേട്ടോ. ഫസ്റ്റ് അതാ ചെയ്യണ്ടേ. സബ്ജക്റ്റില് ഡൗട്ട് വരുമ്പോഴാണ് ഇത് മാറുന്നത്. ഇതാ വേണ്ട, ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ ആവശ്യമില്ല. ആർട്ടിക്കിൾ വന്നോന്നും പറഞ്ഞ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആർട്ടിക്കിൾ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസിങ് ആയിരിക്കും, ഫുള്ള് കൺഫ്യൂഷൻ ആയിരിക്കും ആർട്ടിക്കിൾ എടുക്കുന്ന ആ ഒരു ടൈമില്. നല്ല ഉറപ്പാണ് എനിക്ക് കാര്യത്തില്. പേടിയുണ്ട് എനിക്ക് ചെറുതായിട്ട്, ഞാൻ എങ്ങനെ എടുക്കും. മാം എന്നെ ആർട്ടിക്കിൾ എടുക്കാത്തോണ്ട് ഞാനിവിടെ 3 ക്ലാസ്സിലും ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ പ്രൊനൗണിൽ നിൽക്കുന്നതേ ഉള്ളൂ. സാവകാശം പോവാം. വെരി ഗുഡ്. ആർട്ടിക്കിൾ സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾ ഡൗട്ട് ചോദിച്ചിട്ടില്ല, അത് കോംപ്ലിക്കേറ്റഡ് ആക്കും. അതാണ് പ്രശ്നം. വളരെ സിമ്പിൾ ആണ്. ഞങ്ങളാണ് പ്രശ്നം. ക്ലാസ് എടുക്കുമ്പോൾ ഓൾ മ്യൂട്ട് ആക്കിക്കളാം. എന്തോ ക്ലാസ് എടുക്കുമ്പോ ഓൾ മ്യൂട്ട് ആക്കിക്കളാം. അതെ അതെ. അപ്പൊ നിങ്ങൾ തിയറി ഓക്കെ ആയിരിക്കും, പക്ഷെ ഇങ്ങനെ ചോദിക്കുമ്പോ നിങ്ങൾ പിന്നെയും മിസ്റ്റേക്ക് വരും. എന്നാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആർട്ടിക്കിൾ ഇപ്പൊ പറയുന്നില്ല, അപ്പൊ പറയും ക്ലാസ്സിൽ ആ ചാപ്റ്റർ വരട്ടെ, ഇപ്പൊ പറയാം കേട്ടോ.
അപ്പോ പൂച്ച പാല് കുടിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്താ പറയാ, സംശയം കുറച്ച് കൂടുതലാണ് അല്ലെ? ഇല്ല, ഇത് നമ്മൾ ടോക്ക് മാറിക്കൊണ്ടിരിക്കാട്ടോ. ക്ലാസ്സിലേക്ക് വരൂ, സമയം വെറുതെ പോകുന്നു. ഇനി നെക്സ്റ്റ് എന്തായാലും മലയാളം എന്താ പറയാ? ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കും. എല്ലാ ദിവസവും രാവിലെ അവൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു. പറഞ്ഞേ, അവൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു. She wake up every morning. നെക്സ്റ്റ് ചെയ്യും. She wake up early in the morning. തമന്ന, വെരി ഗുഡ്. ദേ പിന്നെ ഞാൻ എന്നല്ലേ വരേണ്ടത്? ഈ എന്തൊരു കഷ്ടാണ്. സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? അപ്പൊ വേക്സപ്പ് വരും. ആണ് സിംഗുലറിന്റെ എസ്, വെർബിന്റെ ഇപ്പൊ മനസ്സിലായോ ഏതാ കറക്റ്റ് പഠിക്കേണ്ടതെന്ന്? സബ്ജക്റ്റും വെർബും ആണ് ഇവിടെ പ്രശ്നക്കാര്. അതാണ് ഞാൻ കുറെ നേരം കൊണ്ട് നോക്കുന്നത്. അതാണ് അല്ലാണ്ട് ഇത് മനസ്സിലായി. ടൈപ്പ് ചെയ്യുന്നതിന്റെ പറയുമ്പോ പിന്നെ കറക്റ്റ് ആവുന്നുണ്ട്, ടൈപ്പ് വേണ്ട. അപ്പൊ അത് ടൈപ്പ് ചെയ്യുമ്പോഴാണ് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത്. റീജ വേക്കപ്പ് അല്ല, വേക്സപ്പ് ആണ് കേട്ടോ. വേക്കപ്പ്, വിദ്യ വേക്കപ്പ് ആണ്. തമന്ന വേക്കപ്പ്, രശ്മി വേക്കപ്പ്. അപ്പൊ എല്ലാരും വേക്കപ്പ് ആണോ? ഫാത്തിമ വേക്കപ്പ്. വെരി ഗുഡ്, എല്ലാരും വേക്കപ്പ് ആണ്. തമന്ന ഉണ്ട്. അല്ല മാം, അത് പെട്ടെന്ന് ഷീ കേട്ടപ്പോ പിന്നെ സത്യം പറയല്, ഇത് പഠിപ്പിച്ച സമയത്തെ അതാണ് തെറ്റിപ്പോയത്. കാരണം ഈ ഷീയും ഇറ്റും ഒക്കെ പ്ലൂറലും, ഐയും യും ഇതാണ് തിരിഞ്ഞു പോകുന്നത്. സിംഗുലറും പ്ലൂറലും അങ്ങനെ പിടിക്കല്ലേ? അതാ തിരിഞ്ഞു പോയി, സത്യം. അതാണ് പ്രശ്നം. അപ്പൊ വെർബും തിരിഞ്ഞു പോകും. തിരിഞ്ഞു പോലെ തെറ്റിപ്പോ. ഇമ്പോർട്ടന്റ് ആണേ, എക്സാമിനൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് മാത്രമല്ല, ടെൻസ് പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അറിയാൻ എല്ലാവർക്കും. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ്. ഓക്കെ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി ഇത് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതിന്റെ കൂടെ നമ്മൾ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുക. സിംഗുലർ വേർബ് ആകണമെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്യണം. എസ് ഓർ ഇഎസ്, അത് വേർഡിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ വേർബ് ആണ്. പ്ലൂറൽ വേർബ് നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, ഒന്നും ആഡ് ചെയ്യണ്ട. നമുക്ക് എല്ലാ നമ്മുടെ V1 എല്ലാവരും കൊച്ചിനെ വിളിച്ചിട്ടോ? 12 കഴി. കൊച്ചിനെ വിളിച്ചിട്ടോ ഓടിച്ചെന്ന്? ടിപ്പിക്കൽ മദർ. കൊച്ചിനെ വിളിക്ക്. ഒരു വഴിക്ക് പറഞ്ഞ് ഒപ്പിക്കുകയാണ്, അതിനിടയിലാണല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് പറയൂ ഇപ്പൊ. ഇനി അവൾ ഞാൻ ലെറ്റർ എഴുതുന്നു എന്ന് പറയൂ. ഞാൻ ലെറ്റർ എഴുതുന്നു, ഞാൻ കത്ത് എഴുതുന്നു. ചെയ്യൂ. വേണ്ട, വരുന്നുണ്ട്. പോയി തെറ്റി. ടെക്സ്റ്റ് ചെയ്യണ്ട, നമുക്ക് പറയാം. ഈ റോട്ടും റിട്ടണും കൂടെ പറയും. മാം, അവിടെ റൈറ്റിന്റെ സ്പെല്ലിംഗ് നമ്മള് പഠിക്കണായിട്ട് കോഴി വരെ ഉത്തരം പറഞ്ഞു തുടങ്ങി. മാം, ഇതിൽ ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ മാം? ഏറ്റവും നല്ല വഴി, നമുക്ക് മാമിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് ഈ സിംഗുലർ സബ്ജക്റ്റ്, സിംഗുലർ വെർബ്, കുറച്ച് പ്ലൂറൽ സബ്ജക്റ്റ്, പ്ലൂറൽ വെർബ്, കുറച്ച് അത്യാവശ്യത്തിന്. പിന്നെ മാം ഈ ചോദിക്കുമ്പോ ഓരോരുത്തരെ പേര് വിളിച്ച് ചോദിച്ചാ കറക്റ്റ് കിട്ടും. എന്നാലും ഞാൻ എങ്ങനെയാ അതിന് വെറുതെ സിംഗുലറും പ്ലൂറലും പറയാ? ഇത്ര എളുപ്പമില്ലേ ഇത്? നിങ്ങളെയാണ് ഞാൻ ഇനി ഫാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ പഠിപ്പിക്കുക?
ഈ സിംഗുലർ സബ്ജക്റ്റ് അതല്ല എസ് എസ് അങ്ങനെ ഓർത്താ മതിയല്ലോ. സിംഗുലർ സബ്ജക്റ്റ് എസ്, അതിന്റെ വെർബ് എസ്. ആ തീർന്നു. എന്റെ പൊന്ന് ഡേയ്സിനെ ഏതാണ് സിംഗുലർ സബ്ജക്ട് എന്ന് അറിയണ്ടേ? അവിടെയാണ് പാളുന്നത്. അത് മനസ്സിലാവും. ഈ സിംഗുലർ സബ്ജക്ട് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. ഈ ഐ വരുമ്പോ പെട്ടെന്ന് നമ്മൾ റൈറ്റ്സിലോട്ട് പോകും. അതാണ് പ്രശ്നം. ഐ റൈറ്റ് ആണ്. നമുക്ക് അടുത്ത ടോപ്പിക്ക് പോവാം. അടുത്തേലും ഇതേ സംശയം അതിലേ വരും. അപ്പൊ നമുക്ക് അതിലേക്ക് തീർക്കാം. അയ്യോ ദേവി. അയ്യോ ദേവി എന്നൊക്കെ പറയും, വിളിക്കുമ്പോ അയ്യോ ദേവി. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം കൂടെ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിച്ച് ഞാൻ അടുത്ത ടെൻസിലേക്ക് പോകും. ഓക്കെ, എന്തായാലും അതിന്റെ കറക്റ്റ് ആൻസർ ഒന്ന് പറയും മാം. ഇപ്പോഴും പറയാണ് IUV ഇത് പ്ലൂറൽ ആണ്, വെർബ് പ്ലൂറൽ ആയിരിക്കണം. നമുക്ക് പൊതുവെ കാണുന്ന ഗിവൺ എന്ന് പറയുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം, അതായത് റൈറ്റ്, റീഡ്, പ്ലേ, ഡ്രോ, ഇതെല്ലാം പ്ലൂറൽ ആണ്. ഇതിന്റെ കൂടെ എസ് ആഡ് ചെയ്യരുത്. എസ് ആഡ് ചെയ്യാത്തത് പ്ലൂറലും എസ് ആഡ് ചെയ്യുന്നത് സിംഗുലർ ആണ്. വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുന്നത് സിംഗുലറും എസ് ഒന്നും ആഡ് ചെയ്യാത്ത നോർമൽ വെർബ് പ്ലൂറലും ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ സിംഗുലർ വെർബിന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു മലയാളം കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യൂ നിങ്ങള്. നമ്മള് ഈ ചെറുതില് പഠിച്ചിട്ടില്ലേ AEIOU, വൗവൽ സൗണ്ട് കൂടെ അതിന് മുമ്പ് ആന്ന്. അപ്പൊ അത് മാത്രല്ലേ, പിന്നെ ബാക്കി നമ്മൾ നോക്കത്തില്ലല്ലോ, BCD ഓരോന്ന് വെച്ച് പഠിക്കത്തില്ലല്ലോ. അതേപോലെ ഹി, ഷീ, ഇറ്റ്, എവരിബഡി, ഇത് മാത്രം ഓർത്താൽ മതി. അതിന്റെ കൂടെ എസ്, ES, ഹി, ഷീ, ഇറ്റ്, എവരിബഡി, എസ്. മറ്റേ IUV പോട്ടെ, ഈ ഷീറ്റ് ഉണ്ടോ, എസ് അല്ലെങ്കിൽ ES. ഗ്രൂപ്പില് ഓക്കെ, പക്ഷേ ഡേസി പറഞ്ഞ AEIOU അത് തെറ്റാണ് കേട്ടോ. AEIOയുടെ കൂടെ എല്ലാം നമ്മൾ ആഡ് യൂസ് ചെയ്യാം. ആർട്ടിക്കിൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കാര്യമാണ്, പക്ഷെ തെറ്റാണ്. ഞാൻ പറയാം, ആർട്ടിക്കിൾ വരട്ടെ. അപ്പൊ ഒരു മലയാളം കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അടുത്ത ടെൻസിലേക്ക് ഞാൻ പോകും. അല്ലെങ്കിൽ ഇന്ന് ഫുള്ള് ഞാൻ സിംഗിൾ പ്രസന്റൊക്കെ പിടിച്ചിരിക്കേണ്ടി വരും. ഇത് വേണം, കാരണം നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് ഇതല്ല ശരിക്കും. മനസ്സിലായോ? ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് എടുക്കുന്നതാണ്. ആക്റ്റീവ് വോയിസ് ആണ് ടെക്സ്റ്റിൽ കിടക്കുന്നത്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ടെൻസ് അറിയണം. എന്നാൽ മാത്രമേ എനിക്ക് ആക്റ്റീവ് വോയിസിലേക്ക് പോകാൻ പറ്റൂ. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഡയറക്റ്റ് സ്പീച്ച്. ഇതൊക്കെ ടെൻസ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂ. സോ ടെൻസ് നന്നായിട്ട് പഠിക്കാതെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റർ ഒന്നും പഠിക്കാൻ പറ്റില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയാ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, മിസ്സേ ഇത് ഓക്കെ, ഇതിപ്പോ അറിയാം എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ട് കളയരുത്. കാരണം പിന്നീടുള്ള ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഓക്കെ, അതുകൊണ്ട് ടെൻസ് നിസ്സാരമായിട്ട് കാണരുത് എന്നാ പറയുന്നേ. ഇതിനെല്ലാത്തിനും കണക്ഷൻ ഉണ്ടെന്നേ. ഇപ്പൊ നമ്മൾ പഠിച്ച നൗണ്, പ്രോണൗൺ, പ്രപ്പോസിഷൻ, അഡ്ജക്റ്റീവ്, ഇതിനൊക്കെ കണക്ട് ചെയ്താണ് നമ്മൾ ടെൻസിലേക്ക് വരുന്നത് അല്ലെ. ഇനി ടെൻസിൽ നിന്ന് കണക്ട് ചെയ്താണ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി മലയാളം വേണ്ടേ? ഞാൻ പറയാം. പറയും. ഞാൻ എല്ലാ ദിവസവും പേപ്പർ വായിക്കുന്നു, ന്യൂസ് പേപ്പർ വായിക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് മാറ്റിയാലും ഇനി എല്ലാ മാസവും ഇതിലാവട്ടെ. അല്ല, ബന്ധമില്ല കേട്ടോ, വേർഡ് തമ്മിൽ ബന്ധമില്ല, എന്നാലും എല്ലാ മാസം പറയും. എല്ലാ മാസവും ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നു. ഞാനാണോ? ആരായിരുന്നു? ഞാനാണ്. പറഞ്ഞാ മതി മാം. വേണ്ട പറയണ്ട, ടെക്സ്റ്റ് ചെയ്യണം. എക്സാം നിങ്ങൾ എങ്ങനെ എഴുതാ? വെറുതെ ക്ലിക്ക് ചെയ്യണല്ലേ? പക്ഷെ കുഴപ്പമില്ല, ഞാൻ നിങ്ങൾ പറയും എവറി ഡേ, എവറി മന്ത്. ഐ റീഡ് ആണ്. ഓക്കെ, ആ കറക്റ്റ് ആണ്. ഓ കറക്റ്റ് അല്ല രഞ്ജിത, റീഡ് ആണ്, റീഡ്സ് അല്ല.
അത് ശരിയാവും മാം, നമ്മളെ വിശ്വസിക്കാം, ശരിയാവും. ശരിയോ? പക്ഷെ ഇതിൽ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ശരിയാവുള്ളൂ കേട്ടോ. ഒരെണ്ണം കൂടെ. ഡിന്നറിന് ശേഷം അവൻ TV കാണുന്നു. എന്ത് മാം? ഡിന്നറിന് ശേഷം അവൻ TV കാണുന്നു. ഫസ്റ്റ് സബ്ജക്ട് ചെയ്താ, ദെൻ വെർബ് ചെയ്താ, പിന്നെ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം എഴുതാം. അത്രയേ ഉള്ളൂ. വേറെ എന്തിനെ കുറിച്ചും ചിന്തിക്കേണ്ട. ഞാൻ പറയുന്ന പോലെ തന്നെ എഴുതാം. ഫസ്റ്റ് സബ്ജക്ട്, ദെൻ വെർബ്. ജ്യോതി ഒന്നുകൂടെ നോക്കൂ. ഓക്കെ മാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത് ടെൻസ് ആണ്, ഇങ്ങനെയൊക്കെയാണ് വരേണ്ടത്, ഏത് സബ്ജക്റ്റ് ആണ്, ഏത് വെർബാണ് യൂസ് ചെയ്യേണ്ടത്. റീജ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. സലീന, മാം ഇനി ഇതില് മിസ്റ്റേക്ക് എസ് ആണോ ES ആണോ എന്നുള്ളതാണ്. ആ ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു മാം. ES വരില്ലേ മാം? ES ആണ് കേട്ടോ. മാം ഞാൻ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ആയിരുന്നു. ഹി വാച്ചസ് ആണ് കേട്ടോ. ഹി വാച്ചസ് TV ആഫ്റ്റർ ഡിന്നർ. വാച്ച് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, വാച്ചസ് ആണ്. ES ആണ് വരാ കേട്ടോ. She plays basketball. ഞാനതെപ്പോ പറഞ്ഞു? എന്തൊക്കെയാ നിങ്ങൾ അയക്കുന്നേ? മതി. ഓക്കെ, അവൻ ഐസ്ക്രീം ഇഷ്ടമാണ്. He likes ice cream. He likes ice cream. അത് തന്നെ. ഓ ഞാൻ പഠിച്ചു മാം, സമാധാനമായി. എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. I love to read book. I like to read book or I love to read book. Correct. Like so, Shanti. Yes ma'am. മനസ്സിലായല്ലോ? മാം തെറ്റി വരുമ്പോഴേ ശരിയാവുള്ളൂ മാം. ഇപ്പോഴാണ് കുറച്ചായിട്ട് പഠിക്കുന്നത്. കറക്റ്റ് ആവുന്നുണ്ട്. അശ്വനി ലൈക്ക്ഡ് അല്ല. ഓക്കെ, യാ. ഇനി നെക്സ്റ്റ് ആരെണ്ണം കൂടെ ചോദിക്കാം. പൂച്ച ഐയും പിയും ഷിയും ഇല്ലാത്ത വേറെ ഏതെങ്കിലും ചോദിക്കാം. അപ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അതാണ് ചോദിക്കാൻ പോകുന്നത്. പൂച്ച കസേരയിൽ കിടന്നുറങ്ങുന്നു. പറയാമോ? കൗച്ചിലോ കിടന്നുറങ്ങുന്നു. ഇനി നിങ്ങൾ ആലോചിക്കുന്നത് കിടന്നു എങ്ങനെയാ പറയാന്ന് ആലോചിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, പ്രപ്പോസിഷൻ. ഇനി പിടിക്കാൻ പോകുന്ന ഞാൻ പ്രപ്പോസിഷൻ ആയിരിക്കും കേട്ടോ. ഓൺ ദ ടേബിൾ ആയി, ചെയർ, ഇൻ ദ ചെയർ. ചെയറിനുള്ളിൽ കിടന്നുറങ്ങുന്നതല്ല ഞാൻ പറഞ്ഞത്. Cat sleeps on chair. On the chair ആണ്. Sleeps ആണ്, on the chair ആണ്. Yes.
ചെയ്യാം. സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം, ഗ്രൂപ്പിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ക്ലാസ്സിലേക്ക് വരാൻ നിൽക്കണ്ട കേട്ടോ. ക്ലാസ്സിൽ വെച്ച് മിസ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം എന്ന് ചോദിക്കേണ്ട, അങ്ങനെ ചിന്തിക്കേ വേണ്ട. ഗ്രൂപ്പില് നിങ്ങൾ ഇതേപോലെ മലയാളം ചോദിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാക്സിമം ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഫർസാന, the cat is sleeping on the couch. ഫർസാന പ്രസന്റ് കണ്ടിന്യൂസ് ഇതേപോലെ പറഞ്ഞില്ലെങ്കിൽ ആൾട്ടാ ഇവിടെ ആളെവിടെ? ഓക്കെ, അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. സ്ലീപ്പ് ആണോ സ്ലീപ്സ് ആണോ എന്തായിരിക്കും? ഞാൻ പറയില്ലേ എന്തായിരിക്കും? കാറ്റ് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സ്ലീപ്സ് വരും. സിംഗുലർ വെർബ് എസ് ആഡ് ചെയ്യും സ്ലീപ്പിന്റെ കൂടെ. സ്ലീപ്സ് ആണ്, സ്ലീപ്പ് അല്ല. ഓക്കെ, പ്രാക്ടീസ് ചെയ്യൂ നന്നായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഇപ്പോ ഇവിടെ തന്നെ എല്ലാവർക്കും അറിയാം, മാക്സിമം കുറെ പേർക്കൊക്കെ അറിയാം. അപ്പൊ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടറെ ക്ലിയർ ചെയ്യാ, പ്രാക്ടീസ് ചെയ്യാ കേട്ടോ. പഠിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ഓക്കെ, ഇതിപ്പോ പഠിച്ചില്ലെങ്കിൽ ഞാൻ പിന്നീട് അടുത്ത ചാപ്റ്ററിലൊക്കെ പോകുമ്പോ ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. അതുകൊണ്ടാ പറയുന്നത് നന്നായിട്ട് പഠിക്കാം. വീണ്ടും പറയാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, so then we moving on the next preposition, tense. Present continuous ആണ്. Present continuous എന്ന് പറയുന്നത് നോട്ടില് ഹെഡിങ് ചെയ്ത സ്ട്രക്ചർ എടുക്കാം കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് present auxiliaries plus verb ing, subject plus auxiliary plus verb plus ing. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ. സബ്ജക്ട് ഏതാണെന്ന് അറിയാം, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി ഓക്സിലറി എന്താണെന്ന് അറിയണം. ഓക്സിലറീസ് ഈസ് ആം ആർ ആണ് നമ്മുടെ ഓക്സിലറി. ഓക്കെ, ഈസ് ആം ആർ. മാം സബ്ജക്ട് രണ്ടും വരുമല്ലോ അല്ലെ? ഐ യു വി ദേ ഹി ഷീ എല്ലാം വരില്ലേ? എല്ലാം. ഓ, ഐയുടെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യാ? ഏത് ഓക്സിലറി യൂസ് ചെയ്യാ? ഐ. ആം ആണ്. ആം. He, she, everybody. IUV ആറാണ്. ഐയുടെ കൂടെ ആം, ഹി ഷീറ്റ് എവരിബഡിയുടെ കൂടെ ഈസ്, IUV ആറാണ്. എഴുതി വെക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഓക്സിലറീസ്. ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെ ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ പറയുന്നത് എന്താണ്? വെർബിന്റെ കൂടെ ING ആണ്. അത് ഏത് വെർബ് ആണെങ്കിലും നമ്മൾ ING യൂസ് ചെയ്യണം, മസ്റ്റ് ആണ്. റൈറ്റ്, റൈറ്റിംഗ് ആയിരിക്കും. റൈറ്റിംഗ്, റീഡിംഗ്, പ്ലേയിങ്, ഡ്രോയിങ്, ജമ്പിങ്, ഓക്കെ, വാച്ചിങ്, ഇങ്ങനെയൊക്കെ വരും. മീറ്റിംഗ്. ക്ലിയർ? അപ്പൊ സ്ട്രക്ചർ മനസ്സിലായി. ഇനി പറയുന്നത് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് എന്താണ്? ഇപ്പോ നടക്കുന്ന കാര്യം. ഓക്കെ, കറന്റ് സിറ്റുവേഷൻ ആണ്. കറന്റ്ലി നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കും. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ അല്ലാതെയും പറയുന്നുണ്ട്. ഒരു ടെമ്പററി ആക്ഷനിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോ ഫ്യൂച്ചർ ആക്ഷൻ ആണെങ്കിലും പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങള് ഇപ്പോ ഞാൻ എന്താ ചെയ്യാം? ഞാൻ എന്താ ചെയ്യുന്നത്? മലയാളത്തിൽ എന്താ പറയാ? പഠിപ്പിക്കുന്നു. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടത്തും ചില സ്ഥലങ്ങളിൽ
പഠിപ്പിക്കുകയാണ് എന്നും ചില സ്ഥലങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നായിരിക്കും പറയാ. ഓക്കെ, ഇവിടെ ഞാൻ പറയുന്നത് പഠിപ്പിക്കുകയാണ്, ചെയ്യുകയാണ് എന്നാണ് കേട്ടോ. കൊണ്ടിരിക്കുന്നു അതിപ്പോ ഞാൻ പറയുന്നില്ല, അത് കാരണം വേറെ ടെൻസിലേക്ക് എനിക്കത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ചെയ്യുകയാണ് എന്ന് അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരില്ലേ അത്? നമുക്ക് അവിടെ ആവശ്യം വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യുകയാണെന്ന് പറയാം. ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പൊ പറയണ്ട കേട്ടോ. ചില സ്ഥലങ്ങളിൽ പറയുന്നതാണ് പൊതുവെ, പക്ഷെ ഞങ്ങൾ ഇവിടെയൊക്കെ പറയും ചെയ്യുകയാണ്. ഒരു കാര്യം ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പഠിക്കുകയാണ് എന്നാ ഞാനൊക്കെ പറയാറുണ്ടോ. പക്ഷെ പൊതുവെ എല്ലാവരും അങ്ങനെ അല്ല. കാരണം മിക്ക ക്ലാസ് എടുക്കുമ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നല്ല മിസ് പറയേണ്ടതെന്ന്. ഓരോ സ്ഥലങ്ങളിലും മലയാളം പറയുന്നത് പല രീതിയിലാണ്. ഓക്കെ, പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണ് അല്ലെ. ഐ എം ടീച്ചിങ്, യു ആർ ലേണിംഗ്. ഓക്കെ, ഇത് ഇപ്പോ നടക്കുന്നൊരു കാര്യമാണ്. ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെയും പറയാലോ, നാളെ അവൻ ദുബായിലേക്ക് പോകുകയാണ്. നിങ്ങൾ നമ്മ എങ്ങനെയാ പറയാ? നാളെ അവൻ ദുബായിലേക്ക് പോകുകയാണ്. Tomorrow he is going to Dubai tomorrow. Yeah, he is going to Dubai tomorrow. Tomorrow he is going to Dubai. അപ്പോ നമ്മൾ യൂസ് ചെയ്ത് ഏത് ടെൻസ് ആണ് ഇവിടെ? Present continuous tense. പക്ഷെ പറഞ്ഞത് ഇപ്പൊ നടക്കുന്ന കാര്യമാണോ? അല്ല, പറയേണ്ടത് ടുമോറോ അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? കറക്റ്റ് ആണോ? നാളെ പോവുകയാണെന്നും പറയും, പോകുമെന്നും പറയും. അതായത് നമുക്ക് ഈ ടെൻസ് വെച്ചിട്ട് ഇപ്പോ നടക്കുന്ന കാര്യവും ഫ്യൂച്ചറിലെ കാര്യവും പറയാൻ പറ്റും. ഓക്കെ, മിസ്റ്റേക്ക് ഒന്നുമില്ല, പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവൻ ദുബായി പോവാണ്, അവൻ നാളെ ദുബായി പോവാണ്. ഹീസ് ഗോയിങ് ടു ദുബായ് ടുമോറോ അല്ലെ. അവൻ നാളെ പഠിക്കാൻ പോവാണ്. ഹീസ് ഗോയിങ് ടു സ്കൂൾ ടുമോറോ അല്ലെ. നാളെ മുതൽ അവൻ പഠിക്കാൻ പോയാണ് എന്ന് പറയുമ്പോൾ ഹീസ് ഗോയിങ് ടു സ്കൂൾ ഫ്രം ടുമോറോ എന്ന് പറയാം അല്ലെ. നാളെ മുതൽ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിലെ കാര്യം പറയാനും ഇപ്പോ നടക്കുന്ന കാര്യം പറയാനും നമുക്ക് ഈ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇപ്പോ മലയാളത്തിലാണെങ്കിൽ പോകുകയാണ്, ചെയ്യുകയാണ്, പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സിമ്പിൾ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം. ഇതിന്റെ കൂടെ ഓക്സിലറി വേണം, ING ഫോം വേണം. ഇമ്പോർട്ടന്റ് ആണ്. ഇനി എക്സാമ്പിള്, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഞങ്ങൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. പറയൂ, ഞങ്ങൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. We are playing cricket in the ground. Yes, we are playing cricket in the ground. നമ്മൾ ഈ ടെൻസ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഡേ ടു ലൈഫില് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടെൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആണ്. എല്ലാവരും ഇതാണ് സിമ്പിൾ പ്രസന്റ് ചോദിക്കുമ്പോഴും പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ചെയ്യുകയാണ്, പഠിക്കുകയാണ്, പോകുകയാണ്. ഞാൻ അവന്റെ വീട്ടിൽ പോകുകയാണ്. എങ്ങനെയാ പറയാ? ഞാൻ അവന്റെ വീട്ടിൽ പോവുകയാണ്. I am going to his house. പറയുള്ളൂ. പറയാം. ഇനി അവൻ സിനിമ കാണുകയാണ്. He is watching movie. Yeah, he is watching a movie. അവൻ സിനിമ കാണുകയാണ്. Then അവർ വീട് വൃത്തിയാക്കുകയാണ്.
They are cleaning the house. cleaning house. They are cleaning the house. They are cleaning house. പറയാം. They are cleaning the house. They are cleaning the house. ഇനി എന്താണ്? കുട്ടികൾ കളിക്കുകയാണ്. Children are playing. playing. ഇതൊന്ന് ടെക്സ്റ്റ് ചെയ്ത് നിങ്ങള്. കുട്ടികൾ കളിക്കുകയാണ്. Children are playing. ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. ഇത്രയും പേര് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ചൈൽഡ് എന്ന് പറയുന്നത് സിംഗുലർ ആണല്ലോ. ചിൽഡ്രൻസ് എന്ന് പറയൂലല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ചിൽഡ്രൻ ഇട്ടിട്ട് അപ്പോസ്ട്രോഫി വെച്ചിട്ട് പറയാം. കുട്ടികളുടെ ദിവസം എന്ന് പറയാം. പക്ഷെ ചിൽഡ്രൻ ഓൾറെഡി പ്ലൂറൽ അല്ലേ? പറയോ? ചിൽഡ്രൻ അല്ലേ? മനസ്സിലായോ ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞ എന്താണെന്ന്? ഇത് ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞു നോക്കണോട്ടോ എല്ലാവർക്കും. ചിൽഡ്രൻ ഓൾറെഡി പ്ലൂറൽ ആണ്. ഞാൻ ഇത് കൂടെ എക്സ്റ്റാൻഡ് ചെയ്ത് ഞാൻ തെറ്റാണ്, അങ്ങനത്തെ ഒരു വേർഡ് ഇല്ല. ഓക്കെ, കുട്ടികളുടെ ദിനം അങ്ങനെ പറഞ്ഞാല് നമുക്ക് അപ്പോസ്ട്രോഫി ഇടാം. അല്ലാതെ നമുക്ക് ചിൽഡ്രന്റെ കൂടെ ഒരു പ്ലസ് ഇടാൻ പാടില്ല. ചൈൽഡ് സിംഗുലറും ചിൽഡ്രൻ പ്ലൂറലാണ്. ചിൽഡ്രൻ ആർ പ്ലേയിങ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ കിഡ് ആണ്. കിഡ്സ് ആണെങ്കിൽ ഓക്കെ, കിഡ്സ് എന്ന് പറയാം, എസ് ഇടാം. കിഡ് ആണെങ്കിൽ എസ് ഇട്ട് പറയാം. കിഡ്സ് ആർ പ്ലേയിങ്. മെന്നും വിമനും എല്ലാവർക്കും ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഇതേപോലെ വരൂലേ മാം? മാൻ സിംഗുലർ, മെൻസ് എന്നാണ് പോകും. മെൻസ് പുരുഷന്മാരുടെ എന്നാണ്. ഇതാണ് മാൻ ആണ്. അപ്പോസ്ട്രോഫി എസ് അല്ല മാം വരിക. അപ്പോസ്ട്രോഫി എസ് ആണ്. അപ്പോസ്ട്രോഫി എസ് അല്ലേ വരിക? നിങ്ങൾ നൗൺ ചാപ്റ്റർ പഠിച്ചതാണോ? യെസ് മാം. Yes, ma'am. പക്ഷെ അതിന്റെ മോക്ക് ടെസ്റ്റ് മാം തന്നിട്ടേ ഇല്ല ഇതുവരെ. മാം ശരിക്കും നമ്മൾ നൗണിന്റെ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാൽ മാത്രമല്ല നമുക്ക് ഇങ്ങനെ വേർഡ്സ് ശരിക്കും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെ, നൗൺ അറിയണം, റൂൾസ് അറിയണം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചതല്ലേ, പിന്നെന്താണ്? ഇതൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇതൊക്കെ ആവശ്യം വരും, ഇതൊന്നും മറക്കരുത്. എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ ടെൻസ് വരെ എത്തിയത്. മാം ഇത് നൗൺ എടുത്തപ്പോ പഠിപ്പിച്ചതാ. ചിൽഡ്രനൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞതാ. മാൻ പറഞ്ഞതാണ്, പക്ഷെ മോക്ക് ടെസ്റ്റ് മാത്രം തന്നിട്ടില്ല. ജെന്റീവ് എന്താ? അപ്പോസ്ട്രോഫി എസ് ആണ്. ഇതൊക്കെ പറഞ്ഞാട്ടോ, എല്ലാം പറഞ്ഞാണ്. പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. പഠിക്കാനുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, പഴയതൊന്നും മറക്കരുത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷില് പഴയതൊന്നും മറക്കരുത്. എപ്പോഴും ഇംഗ്ലീഷ് നിങ്ങള് ഫസ്റ്റ് മുതലേ തന്നെ വായിക്കുക എല്ലാ ദിവസവും. അല്ലെങ്കിൽ ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ആണെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യൂ, ചുമ്മാ എങ്കിലും. ഓക്കെ, നൗൺസിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അത് എന്നത്തേക്ക് കിട്ടും? അതെ മാം, നൗണിന്റെ ഇട്ടിട്ടില്ല നമ്മള്. അന്ന് മാം ഇട്ടിട്ട് അത് മാറ്റിയിട്ടതാണ്. ഇട്ടത് തന്നെ തിരിച്ച് സെക്കൻഡ് ചാപ്റ്റർ. മാം അത് നമ്മളെ രണ്ടാമത് പ്ലാൻ ചെയ്തല്ലോ, എല്ലാവർക്കും കൂടെ ഒന്നും കൂടെ വേണം. അതാണോ ജ്യോതി പറയുന്നത്? എന്നിട്ട് ഇട്ടത് തന്നെ പിന്നെ അല്ലടാ, നമുക്ക് നോണിന്റെ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടേ ഇല്ല. അത് സെക്കൻഡ് ചാപ്റ്ററിന്റെയാണ് തിരിച്ച് പിന്നെയും അത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്നിട്ട് മാമിന്റെ അടുത്ത് ഇൻസ്റ്റയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാം ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലോസിന്റെ ഒക്കെ എടുത്തില്ല മാം. നോൺ ക്ലോസിന്റെ ഫ്രേസ് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ നിങ്ങളൊരു കാര്യം പറയട്ടെ, സീക്രട്ട് ആണ്, ആർക്കും പറയരുത്. ഓക്കെ, ഈ നൗൺ ക്ലോസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഓക്കെ മാം, ഓക്കെ മാം. അതിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു മാം. നൗണിന്റെ ആ ഇതൊക്കെ മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ നോൺ ക്ലോസ് ഫ്രേസ് അതിന്റെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നൗൺ ക്ലോസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഞാൻ ഇവിടെ പറഞ്ഞത് ഇപ്പോ നൗൺ ആണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിന് ബേസ് ചെയ്താണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലൂറല്, സിംഗുലർ, അത് ഇട്ടിട്ടുണ്ട് മാം, അത് വന്നതാണ്. അല്ലാണ്ട് നൗൺ ക്ലോസ് അത്രയും നമ്മൾ നോക്കണ്ട. അത് എക്സാമിന് പുതിയ വരാറില്ല, വന്ന് കണ്ടിട്ടില്ല ഇതുവരെ. ഓക്കെ, അഡ്ജക്റ്റീവും ആഡ്വർബും ആണ് വരാറ് കേട്ടോ. വന്നിട്ടില്ല, അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സമയം പോയി, എടുത്തു എന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗ്രൂപ്പിൽ നന്നായിട്ട് ഇംഗ്ലീഷ് ഒന്ന് ഡിസ്കസ് ചെയ്യൂ. ഓക്കെ,
നന്നായിട്ട് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇനി ഡൗട്ട് ഇല്ലാതെ മാത്രം ക്ലാസ്സിലേക്ക് വന്നാൽ മതി കേട്ടോ. ഞാൻ ഇനി സിമ്പിൾ പ്രസന്റ് ചോദിക്കും, പ്രസന്റ് കണ്ടിന്യൂസും ചോദിക്കും. ഓക്കെ, സ്ട്രിക്റ്റ് ആവട്ടെ ഞാൻ ഇനി. ഓക്കെ, പഠിച്ചിട്ട് വരും. നമുക്ക് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. റിവൈൻഡ് ചെയ്യേണ്ടി വരരുത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിച്ചിട്ട് വരൂ നെക്സ്റ്റ് ക്ലാസ്സിൽ. സമയം കഴിഞ്ഞു. ഇനി എന്താ, പഠിക്കൂ, പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞേ, പഠിക്കണ്ടേ ഇതൊക്കെ അല്ലേ. ക്ലാസ്സിൽ നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് നെക്സ്റ്റ് മന്ത് ഒക്കെ ചിലപ്പോ എല്ലാ പോർഷനും കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പെടില്ലേ. ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ നിങ്ങളെ? മറ്റു പോർഷൻസ് പോലെയാണ് ഇംഗ്ലീഷ്, ദൂരം മനസ്സിലാക്കി തരണം അല്ലെ. അതുകൊണ്ട് എനിക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യും, നന്നായിട്ട് പഠിക്കാൻ നോക്കും. ഓക്കെ, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യൂ. ക്ലാസ്സിൽ എല്ലായിടത്തും ക്ലാസ്സിൽ മിക്കവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം. വടിയൊന്നും എടുക്കില്ല, അപ്പൊ അതൊക്കെ എനിക്ക് അറിയാലോ. ഇംഗ്ലീഷ് വന്നപ്പോഴാണ് ഓൺലൈൻ ക്ലാസ് പ്രശ്നമായിട്ട് ഇപ്പൊ തോന്നുന്നത്. ഓഫ്ലൈൻ ആണെങ്കിൽ ഒന്നും കൂടെ സുഖമായിരുന്നു. മാക്സിമം പഠിക്കൂ. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ പഠിക്കണ്ടേ അല്ലേ മാം? ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തമന്ന ജ്യോതികയുടെ കോണ്ടാക്ട് ഉണ്ട്. മാക്സിമം അങ്ങനെയെങ്കിലും ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം. ക്ലാസ്സിൽ സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഒട്ടും പറ്റില്ല, അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് 12:30 ക്ലാസ് ഉണ്ട്. പെട്ടെന്ന് ഒരു സൈൻ ഔട്ട് പറഞ്ഞേ. സ്റ്റോറീസും സോങ്സും പറയല്ലേ പെട്ടെന്ന്. Thank you, dear Ashwati ma'am, for your wonderful class. We love you so much. You always support us. God bless you, ma'am. Thank you for your wonderful class. Sign out by Tamanna Azim. Thank you, all my dears. Love you. Okay, thank you all. See you on the next Thank you, class. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.